ബിഷപ്പിനെ ഇപ്പൊ അത്യാവശ്യം നാണം കെടുത്തി ബിഷപ്പ് ഒരു കേസ് കൊടുത്തു. അത് കഴിഞ്ഞ് നിരന്തരമായി കോപ്രായത്തരങ്ങൾ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഈ ഒരു വിഷയം വീട് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഇങ്ങനെ നിരന്തരമായിട്ട് അവഹേളനങ്ങൾ കൊണ്ട് മൂടി വെക്കാനുള്ള ഒരാളല്ല ഈ ബിഷപ്പ്. അത്രയും ആളുകളെ സഹായിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് ഞാൻ ഇനി ആരെയും സഹായിക്കില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താൻ കാരണം ഈ രണസുനയാണ്. ഈ രണസുന എന്തുകൊണ്ട് തലമറന്ന് എണ്ണ തേക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും കിച്ചുവിന്റെ ഒരു വീഡിയോ വരികയാണ്. ആ വീഡിയോയിൽ ആള് പറയാൻ കഴിയാതെ ശ്വാസം മുട്ടുന്നത് കേൾക്കുന്നുണ്ട്. അതായത് രേണുവിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ പേടിയാവുന്നു, അവന് പേടിക്കുകയാണ്. എന്തിനാ അതിന്റെ ആവശ്യമുള്ളത്? ഇത് കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു ആണ്. കിച്ചു പറയുന്ന വാക്കിന്റെ അപ്പുറത്തേക്ക് നമുക്ക് രേണുവിന്റെ വാക്കുകളുണ്ടോ? ഒരിക്കലുമില്ല. കാരണം കൊല്ലം സുധി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കിച്ചുവിനെ കുറിച്ചിട്ടാണ്. കിച്ചുവിനെ എത്രത്തോളം അയാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാ. അത് രേണുസുധി ഒന്നും ആ കഥയിലില്ല അല്ലെ? അതുകൊണ്ട് തന്നെ കിച്ചു പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കണം. അമ്മ ഓവറായിട്ട് ഈ മീഡിയയോട് സംസാരിക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ പറയാം. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അവർ മാത്രമല്ല ഞങ്ങളും കൂടെ. അതിപ്പം ഞാൻ എങ്ങനെയാ പറയുന്നത്? അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ അതിൽ കേറി നമ്മൾ ഞാൻ പറയുന്നില്ല കുറച്ച് നല്ല കാര്യം. ഓക്കെ എല്ലാവരും കമന്റ് ഇടുന്ന കാര്യമാണ് രേണു സുധിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ്റും, ഈ വിഷയം മിണ്ടാതിരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയാനാണ്? നിസ്സഹായാവസ്ഥയാണ്, അവന് പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത്. പിന്നെ മറ്റുള്ള ആളുകളുടെ ലൈഫ് അത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊല്ലം സുധിയുടെ മൂത്ത മകൻ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ മകൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടതും നിന്നെ മാത്രമാണ്. നിന്നെ കുറിച്ചുള്ള കഥകൾ, അതായത് സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അസീസിന്റെ തോളിൽ കിടന്ന് അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിന്നോടൊരു സ്നേഹം. അതിന്റെ അപ്പുറത്തേക്ക് രേണു സുധിയോട് കൊല്ലം സുധിയുടെ ഭാര്യയാണെന്ന രീതിയിലുള്ള സ്നേഹം ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു പ്രഹസനങ്ങൾ കാരണമെന്നുള്ളതാണ്. ഒരാൾ മരിച്ച് അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പൊ കൊല്ലം സുധി മരിച്ചപ്പോ ആരാണ് കയ്യിലൊരു പച്ച കുത്തിയത്? നീയാണ്. നിന്റെ ആ സ്നേഹം നീ കൃത്യമായി അവിടെ കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പച്ചകുത്തി സ്നേഹം കാണിക്കണം ഞങ്ങൾ പറയുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോ സ്നേഹം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് രണസുനയുടേത്. അപ്പൊ രണസുനയുടെ ഈ ഒരു കാട്ടിക്കൂട്ടലുകൾ ആളുകൾ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളതാണ്. പാവത്തിന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. നല്ലത് മോനെ, ആരെയും തിരുത്താൻ നമുക്കാവില്ല. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറ, അത് ഞാൻ തിരുത്താം. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലാതെ ഇപ്പൊ വേറൊരാളെ ഇപ്പൊ ഇങ്ങനെ വേറൊരാളെന്നല്ല എന്താ ഇപ്പൊ പറയണ്ടേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞു വിടാം അങ്ങോട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇവ നന്നാവണമെങ്കിൽ ഇവന്റെ അടുത്ത് പറയുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞ ഇവനെ നന്നാവും. വേറെ ഒരാളെ കാര്യം ഇവ എങ്ങനെ പോയി നന്നാക്കുന്നത്? അപ്പോഴും സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ട അവസ്ഥ വരികയാണ്. വാ തുറന്ന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. പേടിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊല്ലം സുധിയുടെ മകനാണ് നീ. നിനക്ക് ധൈര്യമായി ഈ വിഷയത്തിൽ സംസാരിക്കാം. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പയ്യൻ പറയുന്നത് കേട്ടില്ലേ? അതായത് നേരിട്ട് പോയി പറഞ്ഞാൽ ശരിയാവും. നേരിട്ട് പറഞ്ഞ എവിടെ ശരിയാവുന്നു? ഈ നെഗറ്റീവുകളാണ് അവർക്ക് താല്പര്യം. ആ നെഗറ്റീവുകൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ബിഗ് ബോസിനകത്ത് നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ ഋതപ്പനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കാണുന്നത് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിലും ഈ വരുന്ന മൊബൈൽ ഫോണുകളുടെ മുന്നിൽ ഇങ്ങനെ വരുമല്ലോ. അതിന് മുന്നിൽ പോയി നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാ. അതിനിടയിൽ എന്നോ വിട്ടുപോയ ഒരു വിഷയമാണ് ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ളതും അതുകൂടെ തന്നെ ഫിറോസ് ഖായുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അത് വീണ്ടും കുത്തിപ്പൊക്കുന്ന എപ്പോഴാ? റീച്ച് പോകുന്നു, ആളുകൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ടാണെന്നുള്ളതാണ്. ഇപ്പൊ കിച്ചുവിന് കൃത്യമായ കാര്യം പറയാൻ കഴിയും. അവരോട് തന്നെ നേരിട്ട് പറയാൻ കഴിയും. അതായത് ഇനി ആ ഒരു വിഷയം സംസാരിക്കണ്ട, അത് അവസാനിപ്പിച്ചാളാ എന്ന് പറയാൻ പോലും ഭയമോ? കൊള്ളാം. അപ്പൊ നിന്റെ ഫ്രണ്ട് പറയുന്നത് രേണുവിനെ തിരുത്തണ്ടെന്നാണോ? ഏതിലോട്ടാണ് മറിച്ച് കൊണ്ടുപോകുന്നത്? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എന്നെ കൊണ്ട് പയ്യ അങ്ങനൊന്നും പറയാൻ. ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ പൊക്കോളാം. സത്യമായിട്ടും എനിക്ക് നിങ്ങൾ എന്തിനർത്താനായി പറയുന്നത്? ഇപ്പൊ അമ്മ ഇപ്പഴേ പറയുന്നത്. അമ്മയ്ക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടത്തിൽ നിക്കട്ടെ. ഞാൻ എന്ത് രീതി കയറി ഇടപെടണം? ഞാൻ എന്റെ ഇഷ്ടം നോക്കി പോട്ടെ. ഒരു ഇന്റർവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 150 തവണ കൊല്ലം സുധിയുടെ പേരാണ് രേണു പറയാ. നേരെ തിരിച്ച് ഈ പയ്യൻ ഇത്ര നേരമായിട്ട് ഏകദേശം 2 വീഡിയോ ചെയ്ത് 1-2-3 മണിക്കൂറിന്റെ അടുത്തുള്ള വീഡിയോസ് ചെയ്ത് ലൈവ് ഒരു സ്ഥലത്ത് പോലും കൊല്ലം സുധി എന്ന വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അതാണ് അവനറിയാം. അവന്റെ സ്നേഹം അവന്റെ മനസ്സിനകത്താണ് കിടക്കുന്നത്. രേണുവിനതല്ല, ജനങ്ങളിലേക്ക് അത് എത്തണം. കൊല്ലം സുധിന്ന് ഇടക്കിടക്ക് ഈ പുട്ടിന് പീറ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എന്നാലേ റീച്ച് ഉണ്ടാവുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അവരോട് പറയാൻ കഴിയില്ല എന്നുള്ളത് നിസ്സഹായമായ അവസ്ഥ തന്നെയാണെന്നുള്ളതാണ്.
അറിഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവനത് പറയാൻ കഴിയുന്നത് കൊണ്ട് അല്ലെ ഈ ഒരു കാര്യങ്ങൾ ഇനി പറയാതിരുന്നാൽ തന്നെ ഈ ഒരു നെഗറ്റീവ് പോവും എന്ന് പറഞ്ഞാൽ മതി. നെഗറ്റീവ് പോയത് എപ്പോഴാ? നിങ്ങൾ ആലോചിച്ചൊക്കെ. രേണു നെഗറ്റീവ് പോയത് എപ്പോഴാ? രേണു ബിഗ് ബോസിനകത്ത് കയറിയിട്ട് അവരെ മറ്റുള്ള ആളുകൾ കളിയാക്കണത് കണ്ടപ്പോ അങ്ങനെയാണ് പോയത്. അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴും അവരോട് നെഗറ്റീവ് ഇല്ലാതിരുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ വർക്കൊക്കെ ചെയ്ത് പിന്നെ പോയിക്കോട്ടെ, പോകുന്നുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാ. പിന്നെ എങ്ങനെയാ വീണ്ടും നെഗറ്റീവ് വന്നത്, വെറുപ്പ് വന്നത്? ഈ സാധനങ്ങൾ കുത്തിപ്പൊക്കി വീണ്ടും പറഞ്ഞത് കൊണ്ടാ. ഇവനെ കണ്ട് പഠിക്കണ രേണു. ഇവൻ ഇത്രയും നാളുകൾക്കിടയിൽ ഈ വീട് വെച്ച് തന്ന ആളോടോ സ്ഥലം തന്ന ആളുകളോടോ ഒരു തരത്തിലുള്ള വിദ്വേഷം അവനില്ല. അവനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ റീലൊക്കെ കാണുമ്പോഴാണ് ഞാനും കാണുന്നത് ഓരോ കാര്യങ്ങളൊക്കെ. നിങ്ങൾ അറിയുന്ന അതേ സമയമാണ് ഞാനും അറിയുന്നത്. ചിലപ്പോ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അറിയുന്നത്. അവര് സൂപ്പർ ആണ്. അവരുടെ വീഡിയോ ഉണ്ടോ? രനാസുന അമ്മേനെ കളിയാക്കിയിട്ടേ ഒരു അക്കൗണ്ട് ഉണ്ടോ? അവര് സെറ്റപ്പ് ആയിട്ട് റീലൊക്കെ ചെയ്യുന്നത്. ഓക്കെ. രേണുസുധിയുടെ പ്രഹസനങ്ങളൊക്കെ റീൽസ് കാണുമ്പോ ഒക്കെ നിങ്ങൾ അറിയുമ്പോഴൊക്കെ തന്നെ ഞാനും അറിയുന്നുള്ളൂ എന്നുള്ളതാണ് അവൻ പറയുന്നത്. അത് കഴിഞ്ഞ അടുത്ത സാധനം രണസുനയുടെ ആ ഒരു ടീംസിന്റെ വീഡിയോ കാണാറ് ഭയങ്കര രസമെന്നാ പറയുന്നത്. ഇത് മാത്രം മതിയല്ലോ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. രേണുസുധിയെ, അതായത് അമ്മയെ കളിയാക്കുന്ന ആളുകളോട് നമുക്ക് താല്പര്യം തോന്നാം, ശരിക്കും സാധാരണ നിലക്ക് പറ്റില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് അതിന് കഴിയുന്നുണ്ട്. താങ്കൾക്ക് എന്നാ മുഖത്ത് നോക്കിയിട്ട് അമ്മ നാളെ മുതൽ ഈ ബിഷപ്പിനെ കുറിച്ചിട്ടോ ഈ വീടിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാതിരുന്നാൽ മതി, എന്നാൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല. പേടിയാണോ ഇനി, അല്ലെങ്കിൽ പറയാൻ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. നിന്റെ സ്വന്തം അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ തള്ളി പറയുമോ? എന്തായാലും ഋതപ്പൻ അവരെ തള്ളി പറയില്ല. ഓക്കെ, കേട്ടില്ല. നിന്റെ സ്വന്തം അമ്മയാണെങ്കിൽ നീ തള്ളി പറയോ? എന്തായാലും ഋതപ്പൻ അവരെ തള്ളി പറയില്ല. തള്ളി പറഞ്ഞാണോ ആദ്യം? അതിനുള്ളൊരു കോമൺ സെൻസ് മനസ്സിലായ? ഇവിടെ തള്ളി പറഞ്ഞിട്ടുമില്ല, ചേർത്ത് വെച്ചിട്ടുമില്ല, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ തള്ളി പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലസുധി എന്ന് പറയുന്നത് നിന്റെ അച്ഛനാണ്. നിന്റെ അച്ഛനെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പോഴത്തരങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും തള്ളി പറയാം. കാരണം നിന്റെ ആ ഒരു സ്ഥാനത്തിന്റെ അടുത്തേക്ക്, അത് രക്തബന്ധാണ്, ആ രക്തബന്ധത്തിന്റെ അടുത്തേക്ക് രേണുസുധിയുടെ വാക്കുകൾക്ക് എത്താൻ കഴിയില്ല. പിന്നെന്താ പ്രശ്നം? തള്ളി പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ ഇപ്പൊ ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയുന്നത്, അത് പറയാൻ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടെങ്കിലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ രേണുസുധി ഇപ്പൊ കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് കൂടെ കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ വോയിസുകൾ ഒരുപാടുണ്ട്. ആ രീതിയിലൊക്കെ ഇവനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പല ആളുകളും പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, കൊല്ലസുധിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല. പറയാൻ കഴിയാത്ത രീതിയിൽ ഇവൻ കുടുങ്ങി എന്ന് പറയേണ്ടി വരും. എന്ത് വന്നാലും അച്ഛന്റെ പേരിൽ കിട്ടിയ വീട് വിട്ടു കളയരുത് കിച്ചു. അത് കിച്ചുവിന്റെ അച്ഛന്റെ ആത്മാവിനെ വേദനിപ്പിക്കും. ജീവിച്ചിരിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ സ്വന്തമായ ഒരു വീട്. അത് വിട്ടുകൊടുക്കുന്നുണ്ട്, വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും വിട്ടുകൊടുക്കുക എങ്ങനെ? നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലാണ് ആ വീടുള്ളത്. രേണുസുധി തന്നെ പറഞ്ഞു ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കില്ല എന്നുള്ളത്. അതായത് ഭാവിയിൽ സാധ്യത ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് അത് പറയുന്നുണ്ട്. പിന്നെ ഒരു കാമുകനെ കുറിച്ച് അവർ തന്നെയാണ് പറയുന്ന ഓരോ കാര്യങ്ങൾ അല്ലെ. അതിന്റെ ഇടയിൽ ഫേമസ് ആവാൻ വേണ്ടി തന്നെ പറഞ്ഞു 22 വയസ്സായ എന്റെ കാമുകൻ എന്നെ ഉപേക്ഷിച്ചു പോയി, ഇതാണെന്നൊക്കെ അവർ തന്നെയാണ് നിരന്തരം പറയുന്നത്. അവർ തന്നെയാണ് സ്വയം കുഴി തോണ്ടുന്നത്. ഈ കാര്യത്തിലൊന്നും ഇപ്പൊ കിച്ചു പോയി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വീട് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ നിന്നെയും ബാധിക്കുന്ന ഒരു വിഷയം അല്ലെ. പക്ഷെ നീ നിന്റെ ഭാഗം കൃത്യമായിട്ട് അത് പലപ്പോഴും സ്റ്റാൻഡ് എടുക്കാറുണ്ട്. അവരെയൊക്കെ ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കാറ്. ആരെയും കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണുന്ന പരിപാടി ആര് ചെയ്യുന്നത്? അത് രണസുനയാണ്. ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല. സമൂഹത്തെ ഞാൻ എവിടെ അമ്മ ഇട്ട് കൊടുത്തു? ഞാൻ എന്റെ കാര്യം നോക്കി ഇങ്ങനെ പോവല്ലേ? എന്താണ് ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ ഞാനത് വായിക്കുമ്പോ വേറെ രീതി എടുത്തിട്ട് വേറെ കമന്റ് ഇടുന്നു. വീഡിയോ വരുമ്പോ ഇതും കൂടെ ഓർമ്മ അതിനകത്ത് കേട്ടെ. പറഞ്ഞുതരാം, സംഭവം വേറൊന്നുമില്ല. അവന്റെ അമ്മ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല, മനസ്സിലായ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, അത് ഞാൻ തിരുത്തും. അല്ലാതെ അമ്മയുടെ കാര്യം എന്റെ അടുത്ത് വന്ന് അത് അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ലെന്ന് പറയല്ലേ, മനസ്സിലായ? കുറെ നാളായി കേൾക്കുന്നിരുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾക്ക് രേണുസുധിയുടെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ അവിടെ പോയി പറയുക, കമന്റിൽ തെറി വിളിച്ചല്ല മാന്യമായിട്ട് പറയുക. ഓക്കെ, പച്ചക്കയിലും ചുമന്ന കുയിലും എല്ലാം കേട്ടോണോ ഈ പറയുന്നത്?
ഓക്കെ ഓക്കെ ഓക്കെ, പച്ചക്കൊയിലും ചുവന്ന കൊയിലും ഒന്നും ഇത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ മുന്നിൽ രണസുനെ വന്നിങ്ങനെ നിന്ന് കൊടുക്കും, രണസുനെ ഇങ്ങനെ പറയണത് അവർ എടുക്കും, അത് അവർ അപ്ലോഡ് ചെയ്യും, എത്രയേ ഉള്ളൂ. ഇവിടെ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പയ്യൻ ലോക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് പറയാൻ കഴിയും, അവരുടെ താല്പര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ കൊല്ലസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ കുറച്ച് സ്കിറ്റും കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടു അദ്ദേഹത്തിന്റെ ആ ഒരു മരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ കിച്ചുവിന് പോലും സപ്പോർട്ട് കിട്ടിയത് അല്ലെ. പിന്നെ കിച്ചുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കഥകൾ കൊല്ലസുതി തന്നെ പല സ്റ്റേജുകളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോഴും കൂടെ കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കിച്ചുവിനോട് ഒരു താല്പര്യം, ഒരു സ്നേഹം തോന്നും. ഇവിടെ ശരിക്കും വർക്കൗട്ട് ആയിട്ടുള്ളത് ഒരു സിമ്പതിയാണെന്നുള്ളതാണ്. ആ ഒരു സിമ്പതി കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്യാതെ സത്യസന്ധമായി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് കിച്ചുവിനോട് നമുക്ക് എല്ലാവർക്കും താല്പര്യം. നേരെ തിരിച്ച് രേണു അത് ദുരുപയോഗം തന്നെയാണ് ചെയ്തത്. എന്റെ സുധിച്ചേട്ടൻ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് നിരന്തരം പറഞ്ഞ് അയാളുടെ ചീത്തപ്പേരുകൾ മുഴുവൻ, അതായത് അയാൾ കള്ളു കുടിക്കുമെന്നോ അയാൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ആളുകളെ തിരിമറി ചെയ്ത കുറെ കഥകൾ ഉണ്ടെന്നൊക്കെ ആരാ പറയുന്നത്? അതൊക്കെ രേണു കാരണമാണ്. അതായത് രേണു സുധിയാണ് കൊല്ലം സുധിയുടെ പേര് എത്രത്തോളം വഷളാക്കാൻ കഴിയും അത്രത്തോളം വഷളാക്കിയിട്ടുള്ളത്. ആരും അറിയാതെ പോയിരുന്ന പല വിഷയങ്ങളും അവര് കാരണം പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും മദ്യപാനത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ആളുകളെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ കഥയാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും പുറത്തേക്ക് എത്താൻ കാരണം രേണുകാരനാണ്. ആ ഒരു ചീത്തപ്പേരുണ്ടായത് കൊണ്ട് ഇവിടെ കിച്ചുവിനും അത് ബാധകമായി മാറുകയാണ്, അതായത് ചീത്തപ്പേരായി മാറുന്നു എന്നുള്ള കാര്യം കിച്ചുവിനും മനസ്സിലാവുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം ആള് മമ്മിജിയെ തിരുത്തിക്കോളും. അത്രയും നാൾ ഇത് ഇങ്ങനെ തന്നെയാണ് പോവാൻ സാധ്യത. ഇവിടെ ഇയാൾക്ക് ഉണ്ടാവുന്ന ചീത്തപ്പേരെന്താ? തന്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു. ഇത്രയും നാളാരും പറയാത്തത് ഒരു 2 വർഷത്തിനും ഉള്ളിൽ ആളുകൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു വ്യക്തികാരനാണ്. താങ്കൾ അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. പിന്നെ ലൈവിലെ ആളുകൾ വന്ന് കമന്റ് ഇടുന്നത് എന്തുകൊണ്ടറിയോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അമ്മയോട് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ പറഞ്ഞുകൂടെ? റീൽസിനെ കുറിച്ചിട്ടല്ല പറയുന്നത് അല്ലെ. ആ ഒരു മനുഷ്യന്റെ പേര് ആളുകൾ മറന്നു തുടങ്ങുക. പിന്നെ രേണു സുധിയിലേക്ക് മാത്രം അത് ചുരുങ്ങുക. കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ആള് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ടാവും. ആ ഒരു കാര്യത്തെ പോലെ ആളുകൾ മറക്കുന്നു. ആരാണ് കൊല്ലസുതി എന്നുള്ളൊരു കാര്യം പോലും ആളുകൾ മറക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണക്കാരി അത് രേണു തന്നെയാണ്. കിട്ടിയ സഹായങ്ങളൊക്കെ അത് വാങ്ങി വെച്ച് അവസാനം അതിലൊക്കെ മോശത്തരം പറയുന്നത് തന്നെ ഒരു വലിയ വിഡ്ഢിത്തരാണ്. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.